ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ? ഇന്നലെ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് മാത്രമല്ല ഒരുവിധ ആൾക്കാർക്കൊക്കെ നമ്മൾ നാട്ടുപുറത്തോട്ടൊക്കെ പോകുമ്പോൾ അവിടുന്ന് കാണുന്ന പലതരത്തിലുള്ള ചെടികളും കുറേ പച്ചക്കറികളും ഒക്കെ തിരിച്ച് വരുന്ന വഴിക്ക് വണ്ടിയിൽ ഇട്ട് കൊണ്ടിരുന്ന സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ചെടികൾ പറിച്ചെടുക്കുന്ന സ്വഭാവമൊന്നുമില്ല. പക്ഷേ പച്ചക്കറികൾ എവിടുന്ന് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ നിന്നൊക്കെ എനിക്ക് കിട്ടുന്ന സാധനം ഞാനതെല്ലാം എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഞാനും ഉപയോഗിക്കാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സിന് എനിക്ക് അറിയാവുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കാറുമുണ്ട്. അങ്ങനെ ഇന്നലെ ഞാൻ കോട്ടയത്ത് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് താള് വേണമായിരുന്നു. ചേമ്പിൻ്റെ താള് നിങ്ങൾ ഒരുവിധ ആൾക്കാരെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അയ്യോ, ഇതാണ് സാധനം, ചേമ്പിൻ്റെ താള്. ഇത് ഞാൻ കുറച്ച് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പം ചേമ്പിൻ്റെ താളും വേണമായിരുന്നു. കപ്പളങ്ങയൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കപ്പളങ്ങ ഞാൻ പോയി കുത്തി. കപ്പളങ്ങ ഒരു 3-4 എണ്ണം കുത്തി വെച്ചു. എന്നാലേ എനിക്ക് ആർക്കെങ്കിലും കൊടുക്കാനൂടെ പറ്റുള്ളൂ. അങ്ങനെ അതെല്ലാം കുത്തി വെച്ചു. അത് കഴിഞ്ഞ് ചേമ്പിൻ്റെ താള് പറിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിച്ചൻ്റെ പറമ്പിലാണ് പോയത് താള് പറിക്കാൻ വേണ്ടി. അവിടെ അപ്പുറം പറമ്പിൽ അവിടെ ഇപ്പോൾ അവിടെ വാഴയിൽ കൊല ഇങ്ങനെ പിടിച്ചത് മൂത്ത് നിൽക്കുക. അപ്പം ഞാൻ കണ്ടില്ല. അമ്മ എന്നോട് പറഞ്ഞു, ദേ കൊച്ചിച്ചൻ്റെ വാഴ അത് കൊല മൂത്ത് നിൽക്കുകയാണ്, അത് കണ്ടില്ലെങ്കിൽ അത് പഴുത്തു പോകുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട്, എനിക്ക് ആ പഴം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി പഴമാണ്. അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു അമ്മ വിചാരിച്ചത് എന്നോട് വെട്ടാനാണ് പറഞ്ഞതെന്ന്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിച്ചൻ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വരുന്ന സമയത്ത് കൊല മൂത്ത് നിൽക്കുവാണെങ്കിൽ നീ അത് വെട്ടിയെടുത്തോണം, നഷ്ടപ്പെടുത്തി കളയരുത്, ആർക്കെങ്കിലും ഒക്കെ കൊണ്ടുപോയി കൊടുത്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം ഞാനോർത്ത് അമ്മ കൊല മുറിക്കാനാണ് പറഞ്ഞതെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല കത്തി ഉണ്ടായിരുന്നേ. അപ്പം ഞാനത് വാഴയുടെ അവിടെ നിന്ന് കൂടെ വെട്ടി ആ കൊല അതിൽ നിന്ന് വെട്ടി. നീ എന്തിനാണ് കൊല വെട്ടുന്നതെന്ന് അമ്മ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയല്ലേ പറഞ്ഞ കൊല വെട്ടാമെന്ന്. അപ്പോൾ അമ്മ പറയുന്നത് അത് പഴുത്തോന്ന് ശരിക്കും നോക്കാനാണ് അമ്മ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ വെട്ടിപ്പോയി. കൊച്ചിച്ചനോട് ചോദിച്ചു പോലും ഇല്ല. പക്ഷെ വെട്ടി കഴിഞ്ഞപ്പോഴാണ് അമ്മ പറയുന്നത് അത് ലൈനയിലോട്ടാണ് കിടക്കുന്നതെന്ന്. ഞാൻ അമ്മയ്ക്കിത് നേരത്തെ പറഞ്ഞുകൊണ്ടായിരുന്നു. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു വിധത്തിൽ ഞാനും അമ്മയും കൂടെ, അത് ആക്ച്വലി വലിയൊരു കൊലയായിരുന്നു, അത് വെട്ടി സൈഡ് ഒതുക്കി എനിക്കൊന്നൊരു 15 കിലോയ്ക്ക് മേലെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഒരു വിധത്തിലാണ് അത് ഇട്ടത്. കാരണം ആ പറമ്പ് നിറച്ചും പുല്ല് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും പോയി അത് പൊക്കിയെടുക്കുന്ന ഭയങ്കര പാടാണ്. പിന്നെ ഒരു വിധത്തിലാണ് ഞാനതിനെ വലിച്ച്, അമ്മയ്ക്ക് മേലാത്തായത് കൊണ്ടിട്ട് അമ്മയെക്കൊണ്ട് എടുപ്പിക്കാൻ പറ്റത്തില്ല, അതൊരു വിധത്തിൽ വലിച്ച് താഴെ കൊണ്ടുവന്നു. അതിൽ നിന്ന് കുറച്ച് പഴം ഞാൻ എടുത്തു. ബാക്കി കൊല ഞാൻ അവിടെ വെച്ചു. കാരണം കൊച്ചിന് എന്തെങ്കിലും കൊടുക്കണ്ടേ. പറയാതെ പോലും ഞാൻ വെട്ടിയതാണല്ലോ, എന്നെയൊന്നും പറയത്തൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പറയാതെ ചെയ്തായത് കൊണ്ടിട്ട് എനിക്കൊരു മനസ്താപം. അന്നേരമാണ് അപ്പുറം മേളിൽ മണിച്ചേച്ചി നിൽക്കുന്നത്. മണിച്ചേച്ചി എന്നോട് ചോദിച്ചു, നിനക്ക് കാന്താരി വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, കാന്താരി ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പല വെറൈറ്റിയുള്ള കാന്താരി ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നോട് മണിച്ചേച്ചി പറഞ്ഞു, നിനക്ക് സമയമുണ്ടെങ്കിൽ നീ വന്ന് ഫുൾ കാന്താരി പറിച്ചെടുത്തോളം പറഞ്ഞു. പക്ഷേ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെടുക്കാൻ പോയത്. അപ്പം മണിച്ചേച്ചി എനിക്ക് അവിടെ പറിച്ച് വെച്ചിരുന്ന കുറച്ച് കാന്താരി തന്നു. ഞാനിവിടെ ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. നല്ല വെള്ളക്കാന്താരി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തതിൻ്റെ അകത്ത് കപ്പയുടെ കൂടെ വെള്ളക്കാന്താരി കൂട്ടി കഴിക്കുന്നത്, അല്ലെങ്കിൽ കാന്താരി മുളക് വെച്ച് കഴിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ അന്ന് എനിക്ക് കാന്താരി ഇല്ലാഞ്ഞതുകൊണ്ടിട്ടാണ് ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടൊരു ചമ്മന്തി ഉണ്ടാക്കി കപ്പയുടെ കൂടെ കഴിച്ചത്. ആക്ച്വലി കാന്താരി എനിക്ക് അവിടെ നിന്ന് മണിച്ചേച്ചിയാണ് തന്നത്. ഇതിൽ വെള്ളക്കാന്താരി ഉണ്ട്, പിന്നെ കണ്ടില്ലേ വയലറ്റ് കാന്താരി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ചെറിയ കാന്താരി ഇല്ലേ, നമ്മുടെ പണ്ട് വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സൈസ് ചെറിയ കാന്താരി, ഇതൊരിക്കലും ബൗൾ നിറച്ചു എനിക്ക് തന്നു വിട്ടു ഇന്നലെ മണിച്ചേച്ചി. അപ്പോൾ ഇന്നലെ അതും വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാൻ വന്നത്, ഇന്നലെ ഞാൻ വെട്ടിയ കൊലയുണ്ടല്ലോ, ആ കൊലയിലെ പഴത്തിനെ പറ്റിയാണ്. നമ്മൾ നോർമലി ഇപ്പോൾ വാഴപ്പിണ്ടി ആണെങ്കിലും കപ്പളങ്ങ ആണെങ്കിലും ഒക്കെ എല്ലായിടത്തും ഉണ്ട്, വളരെ നോർമലായിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ വീടുകളിൽ വളരെ നോർമലായിട്ട് കാണാത്ത ഒരു ടൈപ്പ് വാഴപ്പഴമാണ് ഇന്നലെ ഞാൻ അവിടുന്ന് ആ കൊല വെട്ടിയത്. അതേതാണെന്നല്ലേ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ വാഴക്കൊലയുടെ പടല. നോക്ക് എന്ത് രസമല്ലേ. നോക്ക്, വിരൽ പോലെ. ഞങ്ങളുടെ നാട്ടിലെ പേര് ഇതിനെ വിരൽപ്പൂവൻ എന്നങ്ങാണ്ടാണ്. ഇതിന് ഞങ്ങളുടെ അമ്മ പറഞ്ഞത് വിരൽപ്പൂവനാണെന്നാണ്. ഇതിനെ പക്ഷേ സുന്ദരിപ്പഴം എന്നും പിന്നെ കാവേരി പഴം എന്നും ഇതിനൊരു പേരുണ്ട്. ഇത് ഞാൻ ഗൂഗിൾ ചെയ്തപ്പം കിട്ടിയതാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ വിരൽപ്പൂവൻ എന്നാണ് ഇതിനെ പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് ആദ്യത്തെ പടല, ഏറ്റവും താഴെ വരുന്ന പടലയില്ലേ, നമ്മളതിങ്ങനെ തുടങ്ങുമ്പോൾ മേലെ നിൽക്കുന്ന പടല, അത് തന്നെ, അതാണിത്. പിന്നെ ഏറ്റവും താഴത്തെ പടലയ്ക്കും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അങ്ങനെ 3 പടലയാണ് ഞാനിത് എടുത്തിട്ട് വന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാഴ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു പരിചരണവും കൊടുക്കേണ്ട ആവശ്യമില്ല. തന്നെ അത് വളർന്ന് നമ്മളിങ്ങനെ കാട് പോലെ പിടിച്ചു വരും. നമ്മളിപ്പോൾ ഏത്തവാഴയൊക്കെ വെക്കുമ്പോൾ അതിന് തടവെടുത്ത് ഭയങ്കരമായിട്ട് നമ്മളതിന് കെയർ ചെയ്ത് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടല്ലേ നല്ല പഴം ഉണ്ടാകുന്നത്. ഇതിനങ്ങനെയുള്ള യാതൊരു കാര്യമില്ല. കൊണ്ട് വെച്ചാൽ മതി, തന്നെ വളർന്ന് പഴമായി അതങ്ങ് അവിടെ ആ ഭാഗത്തങ്ങ് മൊത്തത്തിലങ്ങ് പിടിച്ചോളും. നമ്മൾ അതിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം കൊച്ചിച്ചൻ അവിടെ വന്നിട്ട് ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഗൂഗിൾ ചെയ്തപ്പോഴും ഈ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്, ഇതിന് ഒട്ടും പരിചരണത്തിൻ്റെ ആവശ്യമില്ല. ഈ പഴത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. നമ്മൾ നോർമലി പഴമൊക്കെ കഴിക്കുമ്പം ഷുഗർ ഉള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ കൂടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പഴം ഷുഗർ ഉള്ളവർക്കും കഴിക്കാം എന്നാണ്
പൊതുവേ പറയപ്പെടുന്നത്. അപ്പം ഷുഗറുള്ള ആൾക്കാർ വീട്ടിൽ ഈ പഴം ഇതിൻ്റെ വാഴ വെച്ച് പിടിപ്പിച്ച് ആ പഴം കഴിക്കാമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം ഇത് ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ പോയിന്റ് പറഞ്ഞത്. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് അല്ലാത്ത കുറച്ച് ഐറ്റംസ് കൂടെയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കറിവേപ്പിലയും ഒരു ആമ്പലും എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി ആമ്പലിൻ്റെ തൈയൊക്കെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ എടുത്തിട്ട് വന്നത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ എനിക്ക് ഫേസിന് ഇടാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ നാട്ടിൽ പോയിട്ട് ഉള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഇത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.